ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ നമ്മൾ കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജൂനിയർ ക്ലർക്ക് എക്സാം നടന്നിരുന്നു. അപ്പോൾ എല്ലാവരും അഭിപ്രായപ്പെട്ടത് എക്സാം കുറച്ച് ടഫായിരുന്നു, പഠിക്കാത്ത ഭാഗങ്ങളാണ് വന്നത്, വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും അഭിപ്രായപ്പെട്ടത്. കുറച്ച് പേര് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ആണെന്നും അഭിപ്രായപ്പെട്ടിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോള് ഇട്ടിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോളിൽ 4 ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സിലബസിലില്ലാത്ത ചോദ്യങ്ങൾ, സിലബസിലുണ്ട് എന്നാൽ പഠിക്കാത്ത ഏരിയ, പഠിച്ചിട്ടുണ്ട് എന്നാൽ ചോദ്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്, അതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പോൾ 191 പേരാണ് അതിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. അതിൽ 62% ആൾക്കാരും, കൂടുതൽ ആൾക്കാരും പറഞ്ഞത് പഠിച്ചിട്ടുണ്ട് എന്നാൽ ചോദ്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്ന കാര്യമാണ്. ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം നമ്മളുടെ സിലബസിൽ സഹകരണ നിയമങ്ങളും ചട്ടങ്ങളും ബാങ്കിങ് അതുപോലെ അക്കൗണ്ടിങ് എന്നത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ സഹകരണ നിയമങ്ങളിൽ നിന്ന് എങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ഏത് ടോപ്പിക്കാണെന്നത് സിലബസിൽ പറയുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയും ഏത് പാറ്റേണിലും ക്വസ്റ്റ്യൻ വരാം. എന്നാൽ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് മാത്രം. നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ എല്ലാവരും സെക്ഷൻ്റെ ഹെഡും അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചു പോവും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന്, സെക്ഷൻ്റെ ഉള്ളിൽ എന്താണ് എന്നത് പലപ്പോഴും നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. അപ്പോൾ അത്തരത്തിൽ വായിച്ച് മനസ്സിലാക്കി ആ രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോയ ആൾക്കാർക്ക് ഈ ഒരു എക്സാം അത്ര ടഫ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇനിയും ആ രീതിയിലേക്ക് നമ്മളുടെ ലേണിംഗ് സ്ട്രാറ്റജി ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മൾ വളരെ ഇൻഡെപ്തായിട്ട് ഡീറ്റെയിൽഡായിട്ട് കൺസെപ്ച്വൽ ക്ലാരിറ്റിയോട് കൂടി ഓരോ കാര്യങ്ങളും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. എന്നാൽ ഈസി ക്വസ്റ്റ്യൻ വന്നാലും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാലും എങ്ങനെയായാലും നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മളുടെ ക്ലാസ്സിലേക്ക് കടക്കാം. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 അതുപോലെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് 1969. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഈ ഒരു നിയമത്തിനെയും റൂളിനെയും അനുസരിച്ച് കൊണ്ടാണ്. ഓക്കെ, ആദ്യം ഈ നിയമത്തിൻ്റെ ഒരു ഓവർവ്യൂ ആണ്. 1969 മെയ് 15 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയത്. 15 മെയ് 1969. 16 ചാപ്റ്ററുകളായിട്ടാണ് ഈ ഒരു നിയമത്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 16 ചാപ്റ്ററുകളിലായിട്ട് 110ഓളം സെക്ഷൻസാണ് ഈ ഒരു നിയമത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അതിന് പുറമെ 3 ഷെഡ്യൂളുകളും ഇതിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ 16 ചാപ്റ്ററുകളിലായിട്ട് 110ഓളം സെക്ഷൻസും 3 ഷെഡ്യൂളുകളുമാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഉൾക്കൊണ്ടിട്ടുള്ളത്. അതുപോലെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് നിലവിൽ വന്നത് 1969 ജൂലൈ 14 14th ജൂലൈ 1969. 201 റൂൾസാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസിൽ അടങ്ങിയിരിക്കുന്നത്. 201 റൂൾസ്. നമുക്ക് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ചാപ്റ്റർ 1 കടക്കാം. ചാപ്റ്റർ 1 പ്രിലിമിനറി ആണ്. ഓക്കെ, അതിൽ 2 സെക്ഷൻസാണ്, സെക്ഷൻ 1, സെക്ഷൻ 2. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. ഈ ഒരു വകുപ്പിൽ പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ, അതായത് ആ നിയമത്തിൻ്റെ പേരെന്താണ്. ദിസ് ആക്ട് മേ ബി കോൾഡ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. അതാണ് ആ നിയമത്തിൻ്റെ പേര്. അതുപോലെ എക്സ്റ്റെൻഡ്, ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. കേരള സ്റ്റേറ്റ് മുഴുവനാണ് അതിൻ്റെ അധികാര പരിധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് മുഴുവൻ ആപ്ലിക്കബിളാണ് ഈ ഒരു നിയമം. ദെൻ അത് ഇന്ന് മുതലാണ് നിലവിൽ വരുന്നത്. അപ്പോൾ നിയമത്തിൽ പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ഗസറ്റിൽ എന്നാണോ അത് പബ്ലിഷ് ചെയ്യുന്നത്, നോട്ടിഫൈ ചെയ്യുന്നത്, ആ ഡേറ്റ് മുതലായിരിക്കും നിലവിൽ വരുന്നത്. അതുപോലെ ഓരോ പ്രൊവിഷൻസും ചിലപ്പം പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന പ്രൊവിഷൻസ് ഉണ്ടാവും. അപ്പോൾ അതാത് നോട്ടിഫൈഡ് ഡേറ്റുകളിലായിരിക്കും അത് നിലവിൽ വരുന്നത്. ഇത്രയാണ് സെക്ഷൻ 1 പറയുന്നത്. കാര്യമായിട്ട് മനസ്സിലാക്കാനൊന്നുമില്ല. ദെൻ സെക്ഷൻ 2 എന്നത് ഡെഫിനിഷൻസ് ആണ്. ചില വാക്കുകളെ നിർവചിച്ചിരിക്കുന്നതാണ് സെക്ഷൻ 2 എന്നുള്ളത്. അതായത് ചില വാക്കുകൾ നമ്മൾ സെൻട്രൽ സൊസൈറ്റി, അപ്പെക്സ് സൊസൈറ്റി, ഇങ്ങനെ ഒരുപാട് വാക്കുകൾ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ വാക്കുകൾ കൊണ്ടൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ് സെക്ഷൻ 2 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ചില വാക്കുകൾക്ക് ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറി മീനിങ് ഉണ്ടായിരിക്കും,
എന്നാൽ നിയമത്തിൽ അതിന് ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് അതിനൊരു പ്രത്യേക മീനിങ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം വാക്കുകളൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് സെക്ഷൻ 2. ഉദാഹരണത്തിന് ഡിസ്പ്യൂട്ട് എന്ന വാക്ക്. ഡിസ്പ്യൂട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം തർക്കം എന്നാണ്. എന്നാൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റിൽ ഡിസ്പ്യൂട്ട് എന്ന വാക്ക് എവിടെ കണ്ടാലും അതിനൊരു പ്രത്യേക മീനിങ് ആണുള്ളത്. തർക്കം എന്ന് തന്നെയാണ് ബേസിക്കലി. എന്നാൽ അതിന് ഇലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു മീനിങ് സെക്ഷൻ 2 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ കൺഫ്യൂഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടി, കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആണ് സെക്ഷൻ 2 അത്തരം ഡെഫിനിഷൻസ് കൊടുത്തിരിക്കുന്നത്. 50 മുകളിൽ വാക്കുകളെ ആ ഒരു സെക്ഷനിൽ നിർവചിച്ചിട്ടുണ്ട്. അത് ഓരോന്നും നമ്മളിപ്പോൾ നോക്കുന്നില്ല, കാരണം അതെല്ലാം പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു കൺഫ്യൂഷൻ ആവും. നമുക്ക് ഓരോന്നും വരുന്ന സമയത്ത്, മറ്റുള്ള സെക്ഷൻസൊക്കെ പറയുന്ന സമയത്ത് ഓരോ വേർഡ്സും കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോ വാക്കുകളും കാണുമ്പോൾ നമുക്കതിൻ്റെ ഡെഫിനേഷൻ കൂടി പഠിച്ചിട്ട് പോവാം. ഇനി നമ്മൾ ഡയറക്റ്റ്ലി ചാപ്റ്റർ 2 കടക്കുകയാണ്. രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നതാണ് ചാപ്റ്റർ 2. ചാപ്റ്റർ 2 ആദ്യത്തെ സെക്ഷൻ 3 ആണ്. സെക്ഷൻ 3 രജിസ്ട്രാർ. അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ സെക്ഷനും അതിനുള്ളിലുള്ള കാര്യങ്ങളും മനസ്സിലാക്കി പോവുക. അത് മലയാളം മീനിങ് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, നമ്മൾ ഇംഗ്ലീഷിലുള്ളത് റീഡ് ചെയ്യുകയും ചെയ്യണം. കാരണം ലീഗൽ ഒരു ലോ ആകുമ്പോൾ അതിൻ്റെ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. എന്നാൽ എക്സാമിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കുമ്പോൾ നമുക്കതിന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ സെക്ഷൻ 3 രജിസ്ട്രാർ. അതിൽ ഫസ്റ്റ് സബ്സെക്ഷൻ, ദ ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ് എ പേഴ്സൺ to be the registrar of cooperative societies for the state. The government may appoint a person. ഗവൺമെൻറ്റിന് ഒരു വ്യക്തിയെ അപ്പോയിൻറ്റ് ചെയ്യാം. ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ്, നിർബന്ധമായി അപ്പോയിൻറ്റ് ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ് എന്നാണ് പറയുന്നത്. ആരായിട്ട്? ടു ബി ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ ദ സ്റ്റേറ്റ്. ഇവിടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് കേരള. അത് സെക്ഷൻ 2 സബ്സെക്ഷൻ 6 ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നിയമത്തിൽ സ്റ്റേറ്റ് എന്ന വാക്ക് എവിടെ കണ്ടാലും അതിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ്. അപ്പോൾ സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പറയുന്നു, ഗവൺമെൻറ്റിന്, ഇവിടെ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും. ഗവൺമെൻറ്റിന് ഒരു വ്യക്തിയെ സംസ്ഥാനത്തിൻ്റെ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സെക്ഷൻ പ്രകാരമാണ് ഗവൺമെൻറ് രജിസ്ട്രാർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഗവൺമെൻറ്റിന് അതിനുള്ള അധികാരം കൊടുക്കുന്നത് ഈ ഒരു വകുപ്പാണ്. ദെൻ അടുത്ത സബ്സെക്ഷൻ 2, ദ ഗവൺമെൻറ് മേ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ കൺഫർ ഓൺ എനി പേഴ്സൺ ഓൾ ഓർ എനി ഓഫ് ദ പവേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ അണ്ടർ ദിസ് ആക്ട്. ദ ഗവൺമെൻറ് മേ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ. ഗവൺമെൻറ്റിന് ചെയ്യാം. എങ്ങനെ? ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ. ജനറൽ ഓർഡറിലൂടെയോ സ്പെഷ്യൽ ഓർഡറിലൂടെയോ കൺഫർ ഓൺ എനി പേഴ്സൺ. കൺഫർ എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചു കൊടുക്കുക, നൽകുക എന്നുള്ള അർത്ഥമാണ്. ഓൺ എനി പേഴ്സൺ, ഏതൊരു വ്യക്തിക്കും നൽകാം. എന്ത്? ഓൾ ഓർ എനി ഓഫ് ദ പവേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ അണ്ടർ ദിസ് ആക്ട്. ഈ നിയമപ്രകാരം രജിസ്ട്രാർക്കുള്ള എല്ലാ പവേഴ്സും, എല്ലാ അധികാരങ്ങളും, അല്ലെങ്കിൽ ഏതെങ്കിലും, ഓൾ ഓർ എനി, എല്ലാ അധികാരങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും ചില അധികാരങ്ങൾ മറ്റൊരു വ്യക്തിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സബ്സെക്ഷനിൽ പറയുന്നത് ഗവൺമെൻറ്റിന് ഒരു വ്യക്തിയെ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. അതുപോലെ മറ്റൊരു വ്യക്തിക്ക് ജനറൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡറിലൂടെ ഒരു വ്യക്തിക്ക് രജിസ്ട്രാറുടെ മുഴുവൻ പവേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും പവേഴ്സോ ഏൽപ്പിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് പ്രകാരമാണ് രജിസ്ട്രാർക്ക് കീഴിലുള്ള വ്യക്തികളെ ഡിസ്ട്രിക്റ്റ് ലെവലിൽ അതുപോലെ താലൂക്ക് ലെവലിലൊക്കെയുള്ള ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്ഷൻ 3 എന്നുള്ളത്, രജിസ്ട്രാർ. ദെൻ അടുത്തത് സെക്ഷൻ 4 ആണ്, സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. ഏത് തരത്തിലുള്ള സൊസൈറ്റികളാണ് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടത്? നമുക്ക് നോക്കാം. ഈ ഒരു സെക്ഷനിൽ സബ്സെക്ഷൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. Subject to the provisions of this Act, a cooperative society which has its object the promotion of the economic interest of its members or of the interest of the public in accordance with the cooperative principles, or a society established with the object of facilitating the operations of such a society may be registered under this Act. സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. ഈ നിയമത്തിൻ്റെ, അതായത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസിന്, വ്യവസ്ഥകൾക്ക് വിധേയമായിക്കൊണ്ട് എ കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഹാസ് ഇറ്റ്സ് ഒബ്ജക്റ്റ്,
ഒരു സഹകരണ സ്ഥാപനം അതിൻ്റെ ഒബ്ജക്റ്റ് എങ്ങനെയായിരിക്കണം? ദ പ്രൊമോഷൻ ഓഫ് ദ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓർ ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പബ്ലിക്. അതിലെ മെമ്പേഴ്സിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ താല്പര്യങ്ങളെ, പൊതുജനങ്ങളുടെ താല്പര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയോ ആണ് അതിൻ്റെ ഒബ്ജക്റ്റ് എങ്കിൽ, ഇങ്ങനെ ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, സഹകരണ തത്വങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് മെമ്പേഴ്സിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയോ പൊതുജനങ്ങളുടെ ഇൻട്രസ്റ്റിനെ സംരക്ഷിക്കുകയോ പൊതുജനങ്ങളുടെ താല്പര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയാണ് ഒരു സൊസൈറ്റിയുടെ ലക്ഷ്യമെങ്കിൽ, or a society established with the object of facilitating the operations of such a society, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി അത്തരത്തിലുള്ള ഒരു സൊസൈറ്റിയുടെ ഓപ്പറേഷൻസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെങ്കിൽ, അതായത് ഇത്തരത്തിലുള്ള സൊസൈറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെമ്പേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുകയോ അതോ പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്യുന്ന ഒരു സൊസൈറ്റി, അത്തരത്തിലുള്ള ഒരു സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയും മേ ബി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്, ഈ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള സൊസൈറ്റികളാണ് ഈ ഒരു നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. ഒരു സൊസൈറ്റി അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിലെ മെമ്പേഴ്സിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുകയോ ആണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള സൊസൈറ്റി ചെയ്യാം. അതുപോലെ അടുത്ത പാരഗ്രാഫായിട്ട് പറഞ്ഞിരിക്കുന്നു പ്രൊവൈഡഡ് എന്ന് പറഞ്ഞ് നൽകുന്നതിനെ നമ്മൾ പ്രൊവൈസോ എന്നാണ് പറയുക. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പാരഗ്രാഫ് ഉണ്ടാകും ചിലപ്പോൾ, അപ്പോൾ ഫസ്റ്റ് പ്രൊവൈസോ, സെക്കൻഡ് പ്രൊവൈസോ എന്നെല്ലാം പറയാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പ്രൊവൈസോ, പ്രൊവൈഡഡ് ദാറ്റ് നോ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷോൾ ബി രജിസ്റ്റേർഡ് if it is likely to be economically unsound or the registration of which have an adverse effect on the development of cooperative movement. എന്താണ്? നോ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷോൾ ബി രജിസ്റ്റേർഡ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയും രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. എങ്ങനെയാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ലൈക്ലി ടു ബി എക്കണോമിക്കലി അൺസൗണ്ട് ആണെങ്കിൽ, അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കമാണെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തികമായുള്ള അടിത്തറ മോശമാണെങ്കിൽ അത്തരത്തിലുള്ള സൊസൈറ്റികൾ ഒരിക്കലും രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഓർ ദ രജിസ്ട്രേഷൻ ഓഫ് വിച്ച് ഹാവ് ആൻ അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ അത് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ, അതിന് വിരോധമായിട്ടുള്ള ഒരു കാര്യമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, അതിനെ മോശമായിട്ടാണ് ബാധിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ളൊരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലുള്ള സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്യാം, എന്നാൽ അത് എക്കണോമിക്കലി അൺസൗണ്ട് ആണെങ്കിൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ വിരോധമായിട്ടാണ് ബാധിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള സൊസൈറ്റികൾ ഒരിക്കലും ഈ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യാനായിട്ട് പാടില്ല. ഇതാണ് സെക്ഷൻ 4-ൽ പറയുന്നത്. ദെൻ ഇന്നൊരു സെക്ഷന് കൂടി നോക്കാം. സെക്ഷൻ 5, രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഓൺലി. രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഓൺലി, ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റികൾ മാത്രമേ ഈ നിയമപ്രകാരം നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ 2 സബ്സെക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് സബ്സെക്ഷൻ, എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷോൾ ബി രജിസ്റ്റേർഡ് ഓൺലി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു സഹകരണ സ്ഥാപനം, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഷോൾ ബി രജിസ്റ്റേർഡ് ഓൺലി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് ലയബിലിറ്റിയോട് കൂടി മാത്രമേ ഒരു സഹകരണ സ്ഥാപനം രജിസ്റ്റർ ചെയ്യാനായിട്ട് പാടുള്ളൂ. പ്രൊവൈഡഡ് ദാറ്റ്, ഒരു പ്രൊവൈസോ കൂടി അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ട്. പ്രൊവൈഡഡ് ദാറ്റ് ദിസ് സബ്സെക്ഷൻ വിൽ നോട്ട് അഫക്റ്റ് ദ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് സൊസൈറ്റീസ് വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി വിച്ച് ആർ ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദ ടൈം ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ആക്ട്. ഈ ഒരു സബ്സെക്ഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞ സബ്സെക്ഷൻ, അതായത് ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്ന കാര്യം, വിൽ നോട്ട് അഫക്റ്റ് ദ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് സൊസൈറ്റീസ് വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. അൺലിമിറ്റഡ് ലയബിലിറ്റിയോട് കൂടിയുള്ള സൊസൈറ്റികളുടെ റൈറ്റിനെയും ലയബിലിറ്റിയെയും ബാധിക്കില്ല. വിച്ച് ആർ ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദ ടൈം ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ആക്ട്.
ഈ ഒരു നിയമം, അതായത് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ആരംഭിക്കുന്ന സമയത്തെ നിലനിൽക്കുന്ന സൊസൈറ്റികളാണെങ്കിൽ, അതായത് ഈ ഒരു നിയമത്തിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അൺലിമിറ്റഡ് ലയബിലിറ്റിയോട് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സൊസൈറ്റികൾ ഉണ്ടെങ്കിൽ അത്തരം സൊസൈറ്റികളുടെ ലയബിലിറ്റിയെയോ റൈറ്റിനെയോ ഈ ഒരു സബ്സെക്ഷൻ ബാധിക്കില്ല. അപ്പോൾ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നതിന് ശേഷം രജിസ്റ്റർ ചെയ്യുന്ന സൊസൈറ്റികൾ ലിമിറ്റഡ് ലയബിലിറ്റിയോട് കൂടി മാത്രമേ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് മുമ്പേ അൺലിമിറ്റഡ് ലയബിലിറ്റിയോട് കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സൊസൈറ്റികൾ, അത്തരത്തിലുള്ള സൊസൈറ്റികൾക്ക് ഇത് ബാധകമല്ല, അവർക്ക് ആ ഒരു രീതിയിൽ തന്നെ തുടരാവുന്നതാണ്. ഓക്കെ, ദെൻ സബ്സെക്ഷൻ 2, the word limited or its equivalent in any Indian language shall be the last word in the name of a society registered under this act with limited liability. ഈ നിയമപ്രകാരം ലിമിറ്റഡ് ലയബിലിറ്റിയോട് കൂടി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സൊസൈറ്റികളുടെ പേരിൻ്റെ അവസാനത്തിൽ ലിമിറ്റഡ് എന്ന വാക്ക് ആഡ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജിൽ ആ വാക്കിന് ഈക്വൽ ആയിട്ടുള്ളൊരു വാക്ക്, അതേ അർത്ഥം വരുന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കണം. അപ്പോൾ ഏതൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൻ്റെ ലാസ്റ്റും പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ പോലെ ലിമിറ്റഡ് എന്ന വാക്ക് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജിൽ, മലയാളത്തിലോ മറ്റേതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജിൽ അതിൻ്റെ ഒരു ഈക്വലൻ്റ് മീനിങ് വരുന്നൊരു വാക്ക്. നമ്മളുടെ സഹകരണ ബാങ്കുകളുടെയൊക്കെ പേരിൻ്റെ ലാസ്റ്റിൽ ക്ലിപ്തം എന്നൊരു വാക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം ലിമിറ്റഡ് എന്നാണ്. ഓക്കെ, മലയാളത്തിൽ അതിൻ്റെ ആ ഒരു ലിമിറ്റഡ് എന്നുള്ളതിൻ്റെ മലയാളം വാക്കാണത്. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഓൺലി എന്നതാണ് സെക്ഷൻ 5 പ്രകാരം പറയുന്നത്. ഈ നിയമപ്രകാരം കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ലിമിറ്റഡ് ലയബിലിറ്റിയോട് കൂടി മാത്രമേ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ നിയമം വരുന്നതിന് മുമ്പേ അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരം സൊസൈറ്റികളുടെ ലയബിലിറ്റി അത് ബാധിക്കില്ല. അതുപോലെ ഓരോ സൊസൈറ്റിയുടെയും പേരിൻ്റെ അവസാനത്തിൽ ലിമിറ്റഡ് എന്ന വാക്ക് ചേർത്തിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ മറ്റേതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു വേർഡ് അതിൽ ചേർത്തിരിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ഇത് എഫക്റ്റീവ് ആണോ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ എന്നുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.